അതായത് സ്കൂളിലൊക്കെ പഠിച്ച് തോറ്റിട്ട് വലിയ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് വലിയ ആൾക്കാരുടെ കഥകൾ നമ്മളെപ്പോഴും കേൾക്കും. എന്നിട്ട് ആ കഥയിൽ ഇൻസ്പയർഡ് ആയിട്ട് അവരത് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ അതിൻ്റെ പിറകെ പോയിട്ട് തോറ്റുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ കഥകൾ നമ്മൾ ഒരിക്കലും കേൾക്കാറില്ല. പണ്ട് ഞാൻ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് കാണുന്ന ഒരു കാര്യമാണ്, കുറച്ച് ആൾക്കാർ ബുക്കൊക്കെ വെക്കാൻ വരും. ഇപ്പോൾ കേരള PSCക്ക് വരുന്ന 10,000 ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വളരെ ചെറുപ്പത്തിലുള്ള കാര്യമാണ്, ഒരു 3-ൽ 4-ലൊക്കെ പഠിക്കുന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ അത് കാണാനില്ല. നമ്മളെടുക്കുന്ന ഒരു വലിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമുകൾ മാറുന്നുണ്ട്, കുറച്ചുകൂടി കൺസെപ്ച്വലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പഴയ രീതി തന്നെ ഫോളോ ചെയ്തുകൊണ്ട് വരികയാണ്. സെൽഫ് സ്റ്റഡി മോശമാണെന്നല്ല, ഞാനും സെൽഫ് സ്റ്റഡിയിലൂടെ തുടങ്ങിയ ഒരാളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ബുക്കുകളിലൂടെ കിട്ടുന്നുണ്ടോ, അവർ ജയിച്ചിട്ടുണ്ടാകാം. ബട്ട് അതിൻ്റെ പിറകിൽ ആ ഒരു കാര്യം കേട്ടിട്ട് മുന്നോട്ട് വരുന്ന എല്ലാവർക്കും അത് പറ്റുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ കാര്യമാണ്.